ഹായ് എല്ലാ കൂട്ടുകാർക്കും ബീനാസ് ഈസി ഈറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടു നോക്കിയാലോ. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിൽ ഉണ്ടാക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സ്റ്റേക്ക് ബൈറ്റ്സും നല്ല മൊരിഞ്ഞ ഉരുളക്കിഴങ്ങും. ഓക്കെ, നമ്മൾ സ്റ്റേക്ക് അടുപ്പയിൽ നമ്മൾ സ്കില്ലറ്റിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഒത്തിരി ടൈം എടുക്കും, കരിഞ്ഞു പിടിക്കും, അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. എയർ ഫ്രയറിലാണെങ്കിൽ ഈസി ആയിട്ട് അധിക സമയമില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഈ റെസിപ്പി ഉണ്ടാക്കാനായി ഞാൻ 4 ഒരു മീഡിയം ടു ലാർജ് സൈസ് വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് അതിനെ ക്ലീൻ ആക്കി കഴുകി വൃത്തിയാക്കി എടുക്കാം. എടുത്തതിന് ശേഷം അതിനെ നമുക്ക് എന്താ പറയുക, ഒരേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. ഒന്ന് വലുതും ഒന്ന് ചെറുതും അങ്ങനെ ആയി പോകാതെ ഒരുമാതിരി എല്ലാം ഒരേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം വീണ്ടും വെള്ളത്തിലിട്ടൊന്ന് കഴുകുക. അതിൻ്റെ എക്സ്ട്രാ സ്റ്റാർച്ച് ഒക്കെ പോകാൻ വേണ്ടിയാണ്. കഴുകി എടുത്തതിന് ശേഷം നല്ലതായിട്ടൊരു നമ്മളൊരു പേപ്പർ ടവൽ എടുത്തിട്ടൊന്ന് നമ്മൾ അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. ഒത്തിരി വെള്ളം പിടിച്ചിരിക്കുവാണെങ്കിൽ നമ്മൾ എയർ ഫ്രയറിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കിഴങ്ങ് പുഴുങ്ങിയ ഒരു അവസ്ഥയിലേക്കായിരിക്കും വരുന്നത്. ആ മൊരിഞ്ഞ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തില്ല. അതുകൊണ്ടാണ് നല്ലതായിട്ട് ആ വെള്ളമെല്ലാം ഒപ്പിയെടുക്കണമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ സമയത്ത് തന്നെ നമ്മൾ എയർ ഫ്രയർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. പ്രീ ഹീറ്റ് ചെയ്യാൻ നമ്മൾ 400 ഡിഗ്രി സെറ്റ് ചെയ്യുക 5 മിനിറ്റ്. ആ സമയത്ത് കൊണ്ട് അത് പ്രീ ഹീറ്റ് ആകും. ഈ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ കിഴങ്ങിനെ ഒന്ന് സീസൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനായി 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുക. പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, വെളുത്തുള്ളിപ്പൊടി, പപ്രിക്കപ്പൊടി, ഈ 4 സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ പപ്രിക്ക പൗഡർ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ആ സമയം കൊണ്ട് നമ്മുടെ എയർ ഫ്രയർ പ്രീ ഹീറ്റ് ആയിരിക്കും. എന്നിട്ട് എയർ ഫ്രയറിലേക്ക് മാറ്റി നമുക്കതിനെ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ എയർ ഫ്രയറിൽ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇങ്ങനെ ഒത്തിരി കുമിഞ്ഞുകൂടി ഇടരുത്. നല്ല നിരന്ന് കിടക്കണം. അതിനിടയ്ക്ക് സ്പേസ് ഉണ്ടായിരിക്കണം എയർ മൂവ് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് 400 ഡിഗ്രി 15 മിനിറ്റ്. 20 മിനിറ്റ് ആണ് ഞാൻ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 15 മിനിറ്റ് നമ്മൾ ആദ്യം ഒന്ന് കുക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നോക്കി ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇട്ടിട്ട് നമ്മൾ 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യും. ഈ പൊട്ടറ്റോ കുക്കായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്റ്റേക്കിനെ റെഡിയാക്കാം. ഞാനിവിടെ 1.5 പൗണ്ട് സ്റ്റേക്കാണ് എടുത്തിരിക്കുന്നത്. അതിനെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതുപോലെ ഇതിനെയും നമുക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. നമ്മൾ പൊട്ടറ്റോ മുറിച്ചതുപോലെ തന്നെ എല്ലാം ഒരേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിരിക്കണം. എല്ലാ കഷ്ണങ്ങളും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെയും നമുക്ക് ഒരു പേപ്പർ ടവൽ യൂസ് ചെയ്തിട്ട് എല്ലാ വെള്ളവും അങ്ങ് ഒപ്പിയെടുക്കണം കേട്ടോ. എന്നാലേ നല്ല സീസണിങ് നല്ലതായിട്ട് പിടിക്കത്തുള്ളൂ. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു മൊരിഞ്ഞ രീതിയിൽ വരത്തുള്ളൂ. ഇപ്പോൾ 15 മിനിറ്റ് ആയി നമ്മുടെ പൊട്ടറ്റോ കുക്കായി വന്നിട്ടുണ്ട്. നോക്കിക്ക് എത്ര നല്ല മനോഹരമായ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മുടെ പൊട്ടറ്റോ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടെ 400 ഡിഗ്രിയിൽ തന്നെ കുക്ക് ചെയ്യാം കേട്ടോ. സോ ജസ്റ്റ് ഒന്ന് അപ്പ് സൈഡ് ഉണ്ടല്ലോ, മൊരിയാത്ത സൈഡൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് വീണ്ടും 400 ഡിഗ്രി സെറ്റ് ചെയ്യുക 5 മിനിറ്റ്. ഈ 5 മിനിറ്റ് ഇത് കുക്കാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്റ്റേക്കിനെ നമുക്ക് സീസൺ ചെയ്തെടുക്കാനും സാധിക്കും. എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, ഗാർലിക് പൗഡർ, വെളുത്തുള്ളിപ്പൊടി, പിന്നെ ഈ സ്റ്റേക്ക് നമ്മൾ സീസൺ ചെയ്യാനുള്ള ഏതെങ്കിലും സീസണിങ് യൂസ് ചെയ്യാം. പിന്നെ പപ്രിക്ക പൗഡർ. ഇതിൻ്റെ എല്ലാം മെഷർമെന്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സ്റ്റേക്ക് സീസണിങ് ഇല്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോയെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ എയർ ഫ്രയറിന്റെ ബാസ്ക്കറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റേക്ക് കുക്ക് ചെയ്യാം. സോ പൊട്ടറ്റോ ഞാൻ എയർ ഫ്രയർ ബാസ്ക്കറ്റിൽ നിന്ന് മാറ്റി.
ഇനിയും സെയിം ബാസ്ക്കറ്റിലേക്ക് നമുക്ക് സീസൺ ചെയ്ത അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്ത സ്റ്റേക്കിനെ ഇടാം. സ്റ്റേക്കും ഇടുമ്പോൾ നല്ലതായിട്ട് നിരത്തി ഇടുക, ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി സ്പേസ് ഉണ്ടായിരിക്കണം. ഇനി സ്റ്റേക്കിനെ കുക്ക് ചെയ്യുന്നതും 400 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. ഒരു 7 മിനിറ്റ് കേട്ടോ, 7 മിനിറ്റ് നല്ലതായിട്ടൊരു കുക്കായി വരും. പിന്നെ നിങ്ങൾക്ക് കഴിച്ചു നോക്കുമ്പോൾ ഇച്ചിരി കുക്കാകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1 മിനിറ്റ് 2 മിനിറ്റും കൂടെ വെക്കാവുന്നതാണ്. ഇപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പുറത്തെടുത്തു. നല്ലതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഇച്ചിരി കൂടെ കുക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം കേട്ടോ. സോ ഇനി നമുക്കിതിനെ ഏതെങ്കിലും റൈസിന്റെ കൂടെ നമുക്കതിനെ സെർവ് ചെയ്യാവുന്നതാണ്. വൈറ്റ് റൈസോ യെല്ലോ റൈസോ ബ്രൗൺ റൈസോ ഏതായാലും കുഴപ്പമില്ല. ഇവിടെ എനിക്ക് ഇച്ചിരി ടൊമാറ്റോ റൈസ് ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ സ്റ്റേക്ക് ബൈറ്റ്സും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പൊട്ടറ്റോയും കൂടാണ് സെർവ് ചെയ്യുന്നത്. ഇത് വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് ആവശ്യത്തിന് ഫാറ്റും കിട്ടും, പ്രോട്ടീൻ കിട്ടും, ആവശ്യത്തിന് കാർബും കിട്ടും. നമുക്ക് ഡിന്നറിന് ഫാമിലിയുമായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഗാർലിക് ബട്ടർ സോസ് ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്ത് മൈക്രോവേവിൽ മെൽറ്റ് ചെയ്യുക. അതിനകത്തേക്ക് 1 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഡ്രൈ പാഴ്സലിയും ചേർത്ത് മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് ഈ ഡിന്നർ എൻജോയ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് പറയണേ. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, നിങ്ങൾ എല്ലാവരും സുഖമായി ഇരിക്കുക, സന്തോഷമായി ഇരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.